ഇനി നമുക്ക് നട്ടതായിട്ടുള്ള എല്ലാം മുളച്ചത് അങ്ങനെ കുറേ കാര്യങ്ങളുടെ പുറകെ അന്വേഷിച്ച് നടക്കണം. അപ്പോൾ ആദ്യം കാണിച്ചത് ഞാൻ എന്തൊട്ടാണ് നമ്മുടെ മത്തങ്ങയൊക്കെ മുളച്ച് നല്ലപോലെ വേരൊക്കെ പിടിച്ച് പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതേപോലെ എന്തൊട്ടാണ് നമ്മുടെ പയറും മുളച്ചു വന്ന് എല്ലാം റെഡി ആയിട്ടുണ്ട്. കുഞ്ചി കൂടി കൂടിയുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ പയറൊന്ന് മാറ്റി നടാമെന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുകയാണ്. കുഞ്ചി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഫുൾ ടൈം എൻ്റെ കൂടെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കണ്ട. ഇപ്പോഴാണെങ്കിൽ കോഴിക്കുട്ടിയിൽ നിന്ന് ഒരു കോഴിമുട്ട കിട്ടിയപ്പോൾ അതുമായിട്ട് നേരെ വന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ പയറൊക്കെ ഒന്ന് പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ഇതിനകത്ത് നമ്മളെല്ലാം മുളപ്പിക്കാനും ഞാൻ പ്രധാനമായിട്ടും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കുപ്പിക്കകത്ത് നമുക്ക് ചീരകൾ മൊത്തം നട്ട് വയ്ക്കാമെന്നാണ്. അങ്ങനെ ഈ പയറുകളൊക്കെ പറിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ വള്ളികളൊന്നും വരാത്തത് കൊണ്ട് കുറ്റിപ്പയറാണെന്നുള്ള നിഗമനത്തിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ആദ്യം നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ എന്തൊട്ടാണ് ബാഗൊക്കെ ഉണ്ടായിരുന്നില്ലേ, അതിനകത്തേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. കുറച്ചായിട്ട് ഇതിനൊരു 3-4-5 ഒരുമിച്ചാണ് നട്ടു കൊടുക്കണത്. നമുക്ക് പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഒന്നും കൂടി വളർന്ന് പടർന്ന് പന്തലിച്ച് കഴിയുമ്പോൾ ഒന്ന് മാറ്റി നടാമെന്നുള്ളൊരു ഉദ്ദേശത്തിലാണ്. ഞാനാണെങ്കിൽ എന്ത് സാധനമായാലും ഇങ്ങനെ നട്ടിട്ട് വേര് പിടിക്കുമ്പോഴത്തേക്കും പിന്നെയും മാറ്റി നടും അങ്ങനത്തെ കുറേ കാര്യങ്ങളിലേക്കാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കണം. ഇപ്പുറത്താണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് വളർന്ന് നിൽക്കുന്നുണ്ട്. പിന്നെ ചെറിയ എന്തോ പ്രാണികളും കുഞ്ഞി എന്തോ പുഴുക്കളും വന്ന് ഇലകളൊക്കെ പതുക്കെ തിന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിനിപ്പോൾ എന്താവുമെന്ന് അറിയില്ല. എന്നാലും വേറൊരു സ്ഥലമില്ല മാറ്റി നടാനായിട്ട്. അതുകൊണ്ട് പിന്നെ ഇങ്ങനെ തന്നെ നടാമെന്ന് വിചാരിച്ച് ഇങ്ങനെ നട്ടുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനകത്തേക്ക് ചിലതൊക്കെ നമ്മൾ പറിച്ചപ്പോൾ മറ്റേ വേരൊക്കെ പൊട്ടിപ്പോയിട്ട് തണ്ട് മാത്രമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ബാക്കിയെല്ലാം കൂടി ഒന്ന് നട്ട് റെഡിയാക്കി എടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ച് ഒടിഞ്ഞു പോകാത്തതും അതുപോലെ തന്നെ ചതഞ്ഞു പോകാത്തതുമായിട്ടുള്ളത് കുറച്ച് ഒരുമിച്ചെടുത്തിട്ട് നട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ നട്ടന്ന് കുപ്പിക്കകത്ത് നല്ല കറുത്ത മണ്ണാണെന്നുണ്ടായിരുന്നത്. ഇതും വലിയ കുഴപ്പമില്ലാത്തൊരു മണ്ണാണ്. എന്നാലും അത്രയധികം അങ്ങോട്ട് പോഷക സമൃദ്ധമായൊരു മണ്ണല്ല എന്ന് തോന്നണേ. കുറച്ച് കാശൊക്കെ കിട്ടി സെറ്റായിട്ട് വേണം കുറച്ചധികം മണ്ണും അതുപോലെ കുറേ ചട്ടി ഇതുപോലത്തെ ഗ്രോ ബാഗൊക്കെ ഒന്ന് സെറ്റാക്കണം. എന്നിട്ട് നമ്മളിനി കൃഷിയിലേക്ക് തിരിയാം. ഇനി കുറേ സാധനങ്ങളൊക്കെ നട്ട് പിടിപ്പിച്ച് ഇതൊക്കെ വെച്ച് തിന്ന് പറ്റില്ലായിരിക്കും. ഇതിപ്പോൾ എനിക്കാണെങ്കിൽ തുടക്കത്തിൽ കുറച്ച് ആവേശമുള്ളൂ. കുറച്ച് സമയം ഞാൻ പിന്നെ വന്ന് നോക്കില്ല. അതിപ്പോൾ എന്ത് നട്ടാലും അത് പണ്ട് കാലം മുതൽ അങ്ങനെ തന്നെയാണ്. നമ്മൾ ഈ കുഞ്ഞാൻ കാലത്ത് സ്കൂളിൽ നിന്ന് എന്തെങ്കിലും തൈ കിട്ടുമ്പോൾ നടും. അങ്ങനത്തെ കുറേ സെറ്റപ്പുകളുണ്ടല്ലോ. ആദ്യം കുറച്ച് നാൾ ഓക്കെ ആയിരിക്കും. പിന്നെ ഇതിൻ്റെ പുറകെ നടക്കുക എന്ന് പറയണത് അങ്ങനെ സെറ്റല്ല. പക്ഷെ ഇപ്പം അങ്ങനെയല്ല കേട്ടോ. ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ചെടിയായാലും നട്ട് മുളച്ച് കഴിഞ്ഞൊരു സന്തോഷമുണ്ട്. പിന്നെ ഇതിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ മാറ്റി നടാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് എനിക്കൊരു സന്തോഷമില്ല. എന്നാലും കുഴപ്പമില്ല. ഉള്ളതൊക്കെ കൂടി ഒരുമിച്ച് നട്ട് കൊടുത്തിട്ട് കുറച്ചധികം വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ. ഈ ഒരു ബോട്ടിലുള്ളതുകൊണ്ട് കുഞ്ചി 24 മണിക്കൂറും എല്ലാ ചെടികൾക്കും വെള്ളം കൊടുത്തുകൊണ്ടേയിരിക്കും. മഴ പെയ്താലും വെള്ളം കൊടുക്കും, മഴ പെയ്തില്ലെങ്കിലും വെള്ളം കൊടുക്കും. രാവിലെയും വൈകുന്നേരവും പോരാണ്ട് ഉച്ചയ്ക്കൊക്കെ വരെ ഇങ്ങനെ സ്പ്രേ ചെയ്തുകൊണ്ട് നടക്കണതാണ്. എന്ത് കാര്യത്തിനാണെന്ന് മാത്രമാണ് മനസ്സിലാവാത്തൊരു കാര്യം. ഇനി പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ കോഴികളുടെ അടുത്തേക്ക് കേട്ടോ. കോഴികളുടെ അടുത്തൊക്കെ ചെന്ന് കുറച്ച് നേരം 1-2 സാധനങ്ങളൊക്കെ തിന്നാനിട്ട് കൊടുത്ത് അവരെ നോക്കി അങ്ങോട്ട് നിന്ന്